വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് അതിനെ കാണുന്നത്? വളരെ സന്തോഷത്തോടു കൂടിയിട്ട് കാണുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് ടെൻഷനും ഉണ്ട്. തികച്ചും ആരോഗ്യപരവും സൗഹൃദപരവുമായിട്ടുള്ളൊരു മത്സരം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഈ മത്സരം കഴിഞ്ഞാലും ജയിച്ചാലും തോറ്റാലും ഒക്കെ ഞങ്ങൾ എല്ലാവരും തമ്മിലുള്ള സൗഹൃദം അങ്ങനെ തന്നെ ഉണ്ടാവും. ഇത്തവണ മത്സരിക്കണം തോന്നാൻ കാരണം എന്താണ്? അങ്ങനെയല്ല, എല്ലാ വർഷവും എല്ലാ ഇലക്ഷൻ വരുന്ന സമയത്തും ചില സമയത്ത് നമുക്ക് ഇലക്ഷൻ ഒന്നും ഉണ്ടാവാറില്ല. അപ്പോഴും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കെങ്കിലും നിൽക്കുക, ഒന്ന് കൈ പൊക്കുക എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എപ്പോഴും ഒരു സാധാരണ ലൈഫ് മെമ്പറായിട്ട് തന്നെ ഇരിക്കാനായിരുന്നു ഇഷ്ടം. ഇത്തവണ എന്തോ മത്സരിക്കാൻ തോന്നി, അപ്പൊ അങ്ങനെ ചെയ്തു, അത്രേ ഉള്ളൂ. എന്തെങ്കിലും മാറ്റങ്ങൾ അമ്മയിൽ വരണമെന്ന് തോന്നുന്നുണ്ടോ ലക്ഷ്മിക്ക്? അങ്ങനെ പ്രത്യേകിച്ച് മാറ്റങ്ങളായിട്ട് ഈ പുറത്ത് കാണുന്ന അല്ലെങ്കിൽ പുറത്ത് സാധാരണ പ്രേക്ഷകർ വിചാരിക്കുന്ന പോലത്തെ പ്രശ്നങ്ങളൊന്നും അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ഉള്ളിലില്ല. ആകെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 506 അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു ഒരു സംഘടനയാണ് ഞങ്ങളുടേത്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഇതിലുള്ള അംഗങ്ങളെല്ലാവരും കുറച്ച് കൂടുതൽ പ്രശസ്തരായതുകൊണ്ട് ഇതിന് ഒരുപാട് മീഡിയ അറ്റൻഷനും കാര്യങ്ങളൊക്കെ വരുന്നു എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. ഇപ്പം അമ്മ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ പോലെ തന്നെ ഇത് തികച്ചും അമ്മയിലെ അംഗങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സംഘടനയാണ്. സീനിയേഴ്സ് ഉണ്ടല്ലോ, ശ്വേത ചേച്ചി സീനിയറാണ്, കുക്കു ചേച്ചി സീനിയറാണ്, രവീന്ദ്രൻ ചേട്ടൻ സീനിയറാണ്, പിന്നെ കാലടി പിന്നെ ജയൻ ചേർത്തല ചേട്ടൻ സീനിയറാണ്. സീനിയേഴ്സ് ഉണ്ടല്ലോ. പക്ഷെ ഞാനിങ്ങനെ പിന്നെ വനിത ജെൻഡർ ഇക്വാലിറ്റി വേണം എല്ലായിടത്തും നമ്മൾ ഈ പറയുന്നത് വേണ്ടേ. അവിടെ ഒരു വനിത അല്ലെങ്കിൽ എന്താ പറയാ അമ്മ എന്ന സംഘടനയ്ക്ക് പേരുള്ളത് കൊണ്ട് ഒരു വനിത സ്ഥാനാർത്ഥിയാവണം അങ്ങനെയൊന്നും ഞാൻ കാണുന്നില്ല. കഴിവുള്ളവർ വരണം, അത് ആണായാലും പെണ്ണായാലും കഴിവുണ്ടെങ്കിൽ വരണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 3 പേര് ജോയിന്റ് സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. ബാബുരാജ് ഇന്ന് പത്രികയിൽ മത്സരത്തിൽ നിന്ന് പിന്മാറിയിരുന്നു. അതിനെ എങ്ങനെയാ കാണുന്നത്? അതിനെക്കുറിച്ച് അത് അദ്ദേഹത്തിന്റെ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഒരു തീരുമാനമാണ്. ശരിക്കും തീരുമാനമാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ അങ്ങനെ പറയുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ അങ്ങനെയില്ല, ഇല്ല, വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സംവരണം ഇല്ല. അങ്ങനെ ബാബുരാജ് ചേട്ടൻ പിന്നെ അതിനോട് എനിക്ക് രണ്ട് അഭിപ്രായവും ഇല്ല, എതിരഭിപ്രായവും ഇല്ല. ശരിക്കും പറഞ്ഞാൽ എന്ന് വെച്ചാൽ നല്ല കേപ്പബിൾ ആയിട്ടുള്ള ഒരുപാട് നമ്മൾ സാധാരണ വിചാരിക്കുന്ന പോലെ ഒരു ഈസിയസ്റ്റ് ആയിട്ടുള്ള പോസ്റ്റുകളൊന്നും അല്ല അമ്മയുടെ ജനറൽ ബോഡിയിൽ എന്താ പറയുക ഇത്തരം ഒരു കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ വരുന്നത്. ശരിക്കും നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്യണം. രാവും പകലും ഇല്ലാതെ നമുക്ക് കോൾസ് വരും. നമ്മൾ ഒരുപാട് എന്താ പറയുക വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ചെയ്യാനുള്ളത്. നല്ല കഷ്ടപ്പാടുള്ള ജോലി തന്നെയാണ്. അപ്പം അതിനെ ആ ഒരു എന്താ പറയുക നമ്മുടെ പിന്നെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സർവീസ് പോലെ തന്നെയാണ് ചെയ്യുന്നത് എന്ന ആ ഒരു അതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു അസാമാന്യമായിട്ടുള്ളൊരു ധൈര്യവും അതിനുള്ളൊരു ശേഷിയും ഒക്കെ ഉള്ളവരാണ് വരേണ്ടത്. അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത്. അല്ലാതെ ഒരു ഈസി ആയിട്ടുള്ളൊരു ഒരു കാര്യം ആയിരിക്കില്ല. അതിന് ഏത് പോസ്റ്റ് എന്ന് പറഞ്ഞാലും ഒട്ടും ഈസി അല്ല. ജനാധിപത്യമായ ഒരു തെരഞ്ഞെടുപ്പാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ്. അല്ലാണ്ട് കണ്ണടച്ചു വിട്ടിട്ട് ആരെയും പാസ്സാക്കുന്നില്ല. ചില കമ്മിറ്റികളൊക്കെ ഇരിക്കുമ്പോൾ അത് വളരെ നല്ലതായിരിക്കും, അപ്പം അത് പിന്നെ തുടർന്നു പോകും. അങ്ങനെയാണ്. അല്ലാണ്ട് ഒരിക്കലും ജനാധിപത്യപരമല്ലാത്ത പോലെ ഒന്നും തോന്നിയിട്ടില്ല. പലതും നമ്മുടെ അംഗങ്ങളൊക്കെ തന്നെ പലതും പുറത്ത് വന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും വളച്ചൊടക്കപ്പെട്ടൊക്കെ പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം വെച്ചാൽ ഈ അമ്മയിലൊരു 17-18 വർഷമായിട്ട് അമ്മയുടെ ലൈഫ് മെമ്പറാണ് ഞാൻ. ഇവിടെ വന്നിട്ട് നമ്മളാരും അങ്ങനെ ഒരു വലിയൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതാണ്. ഇപ്പോൾ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നോമിനേഷൻ കൊടുത്തു. അതിൻ്റെ ഇപ്പോൾ ബാക്കി എല്ലാവരും പിൻവലിച്ച് ഇപ്പോൾ അവസാനത്തെ ഒരു മത്സരചിത്രം വന്നപ്പോൾ നാസർ ലത്തീഫ് അതിലുണ്ട്. ഞാനുണ്ട്, മറ്റേ ലക്ഷ്മി പ്രിയ ഉണ്ട്, ജയൻ ക്ഷേത്രത്തിലുണ്ട്. നമ്മൾ 3 പേരാണ്. അതെ 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 അത് എല്ലാവരും എല്ലാത്തിലും കൊടുത്തിരുന്നു. അവസാന നിമിഷം നോക്കിയിട്ട് മാറാന്നുള്ള രീതി അത് ലാസ്റ്റ് അവർ ഓരോരുത്തരും ഓരോരോ കാര്യങ്ങൾ തീരുമാനിച്ചു. ചിലർ പൂർണ്ണമായും പിന്മാറിയിട്ടുമുണ്ട്. ചിലവർ അങ്ങനെയും മാറിയിട്ടുണ്ട്. എങ്ങനെ കാണുന്നു? ഇപ്പോൾ നേരത്തെ ജയൻ ചേർത്തല നിന്നിരുന്ന സ്ഥാനമാണ്. ജയൻ ചേർത്തല ഇത്തവണ മത്സര രംഗത്തുണ്ട്. ഇത്തവണ വിജയിക്കാനാകുമെന്നൊരു പ്രതീക്ഷയിലാണോ ഉള്ളത്? എന്തൊക്കെ മാറ്റം? ഇല്ല, നമ്മളിത് എല്ലാം സുഹൃത്തുക്കളാണെന്നേ. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ക്ലാഷ് തന്നെ ഇല്ല. ഒരു ഹെൽത്തി കോമ്പറ്റീഷനാണ്. ജയിക്കുന്നവർ ജയിക്കട്ടെ. അതിന് പ്രാപ്തിയുള്ളവരും അതിന് കഴിവുള്ളവരും അമ്മയ്ക്ക് വേണ്ടിയും അമ്മയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കലാകാരന്മാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹവും മനസ്സും ഒക്കെ ഉള്ളവർ ജയിക്കട്ടെ. അത്രേ എനിക്ക് പറയാനുള്ളൂ. പൊതുവെ എന്തെങ്കിലും പാനലിലേക്ക് ഒരു ഔദ്യോഗിക പാനലൊന്നുമില്ല. ഇല്ല.
ഓരോരുത്തരും ഒറ്റയ്ക്ക് മത്സരിക്കാന്നുള്ളത്. അതെ, ഇതായിരിക്കും ശരിക്കും സുതാര്യമായിട്ടുള്ള നടപടി. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട്. സുതാര്യത ഒരിക്കലും കുഴപ്പമുണ്ടായിരുന്നില്ല. സുതാര്യത ഇല്ലായിരുന്നു ആരാ പറഞ്ഞത്? പിന്നെ ഞാൻ ഇപ്പോൾ രണ്ടാമത്തെ ടേം കഴിഞ്ഞു, മൂന്നാമത്തെ ടേം പൂർത്തിയാക്കാൻ പറ്റിയില്ല. ഇപ്പോൾ മൂന്നാമത്തെ ടേം ഞാൻ ഒരു പവർ കമ്മിറ്റിയുടെ ഒന്നിൻ്റെ ഭാഗമല്ല. ഒരു വനിത അമരത്തേക്ക് വരുന്നത്, വനിതകൾ വരട്ടെ, ഞങ്ങളുണ്ടാവും ഇവിടെ. നമ്മളൊക്കെ ഇതിന്റെ വോളണ്ടിയേഴ്സാണ്. പിന്നിൽ നിന്ന് വർക്ക് ചെയ്യുന്നത്, സ്റ്റേജിന്റെ പുറകിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.